ഒരു വ്യാജനും കേന്ദ്ര സർക്കാരിനും ഇന്ന് സുപ്രീം കോടതി കണക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ആരാണ് വ്യാജൻ? പതഞ്ജലി ആയുർവേദ യോഗ ഗുരു ബാബ രാംദേവ്, അതിൻ്റെ MD, പതഞ്ജലി ആയുർവേദ MD ആചാര്യ ബാലകൃഷ്ണ, രണ്ടിനെ അങ്ങ് സുപ്രീം കോടതി വിളിപ്പിച്ചു. കോടതി അലക്ഷ്യത്തിന് മര്യാദയ്ക്ക് ഇങ്ങ് വരാൻ പറഞ്ഞു. വന്നിട്ട് 1.5 മണിക്കൂർ സംസാരിക്കാൻ വെച്ചില്ല, അവിടെ നിൽക്കാൻ പറഞ്ഞു. അഭിഭാഷകന് മാത്രമേ സംസാരിക്കാൻ അവസരം കൊടുത്തുള്ളൂ. കോടതി 2 അംഗ ബെഞ്ച് പറഞ്ഞു, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ അടുത്ത പണി ഞങ്ങൾ തീരുമാനിക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് കേസ് വീണ്ടും വെച്ചിട്ടുണ്ട്. അന്നിങ്ങി വാ, നേരിട്ട് ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു, ഈ വ്യാജ പതിപ്പുകൾ ഇങ്ങനെ ഇതെല്ലാം കാട്ടിക്കൂട്ടി, പതഞ്ജലി ആയുർവേദ കാട്ടിക്കൂട്ടിയിട്ട് കേന്ദ്ര സർക്കാർ എന്ത് നടപടിയെടുത്തു? നിങ്ങളതൊന്നും അറിഞ്ഞില്ലേ? എങ്ങനെ നടപടിയെടുക്കും കോടതി? ഞങ്ങളുടെ സ്വന്തം ആളല്ലേ ബാബ പാവൻ രാംദേവ്, ഞങ്ങളുടെ സ്വന്തം ആളല്ലേ, ഞങ്ങൾക്ക് എങ്ങനെ നടപടിയെടുക്കാൻ പറ്റും എന്ന് മനസ്സിലുണ്ടെങ്കിൽ അത് കോടതിയിൽ തുഷാർ മേത്ത പറഞ്ഞില്ല. പറഞ്ഞ അടുത്ത പണി കോടതിയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് കേസ് എന്താണ്? വെരി സിമ്പിൾ. വ്യാജ പ്രചരണം. അതായത് ആയുർവേദ ഉൽപ്പന്നങ്ങൾ, പതഞ്ജലി ആയുർവേദ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കേമമാണെന്നും കോവിഡ് കാലത്ത് ഏറ്റവും നല്ലതാണെന്നും ഇംഗ്ലീഷ് മെഡിസിൻ കോഡിന് കൊള്ളില്ലെന്നും വ്യാജ പരസ്യങ്ങൾ ചാനലുകളിലും പത്രങ്ങളിലും കൊടുത്തു കഴിഞ്ഞിട്ടപ്പോൾ ഇവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിച്ചു. ഇത് ശരിയല്ലല്ലോ. അങ്ങനെ IMA കഴിഞ്ഞ 2023 കഴിഞ്ഞ വർഷം നവംബറിൽ കൊണ്ട് സുപ്രീം കോടതി കേസ് കൊടുത്തു. പതഞ്ജലിക്കെതിരെ, ബാബ രാംദേവിനും ആചാര്യ ബാലകൃഷ്ണനെതിരെ കൊണ്ട് കേസിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷയില്ല. ഇവരുടെയൊക്കെ ഇതുവരെയുള്ള ആനുകൂല്യം, ഞങ്ങൾക്കെതിരെ കേസൊന്നും വരത്തില്ല, മോദി ഞങ്ങളുടെ സ്വന്തം പ്രധാനമന്ത്രിയല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ് ബാബ രാംദേവും ആചാര്യ ബാലകൃഷ്ണയൊക്കെ. എത്ര 1000 കോടി രൂപയുടെ കച്ചവട തട്ടിപ്പ നടത്തിയിരിക്കുന്നത് ആലോചിച്ചാൽ മതി. ഇന്നിപ്പോൾ പതഞ്ജലി ആരും വാങ്ങത്തില്ലല്ലോ പേടിച്ചിട്ട്. അതിൻ്റെ അകത്ത് സ്റ്റിറോയിഡ് ഉണ്ടോ, വേറെ മാരകമായിട്ട് എന്തൊക്കെയുണ്ട്, ഇതിനിടയിൽ കുറെ പേര് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടാവും. വാങ്ങിച്ച് കഴിച്ചവർ സൂക്ഷിച്ചു കൊള്ളുക. നാളെ കിഡ്നി അടിച്ചു പോവോ, പാൻക്രിയാസ് അടിച്ചു പോവോ എന്നൊക്കെ സൂക്ഷിച്ച് പോയി ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. വ്യാജ മരുന്നുകൾ, സ്റ്റീറോയിഡ് ചേർത്തത്, ആരോഗ്യത്തിന് ഹാനികരം, ശുദ്ധം ആയുർവേദ എന്ന് പറഞ്ഞിട്ട് വിൽക്കുകയായിരുന്നു. അതിനുവേണ്ടി പരസ്യങ്ങൾ, ചാനൽ, പത്രങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ. അപ്പം മുഖ്യധാര മാധ്യമങ്ങൾ മിണ്ടത്തില്ലല്ലോ, കാരണം കാശ് കിട്ടുമല്ല. ഇപ്പൊ കുടുങ്ങി. എന്താണ് സംഭവിച്ചത്? ക്ഷമ ചോദിച്ചു. ഈ ക്ഷമ ചോദിച്ചതിനകത്തൊരു ആപ്പ് ഒരു പണി കിട്ടി. അത് കോടതി കയ്യോട് കഴുതിനിങ്ങി പിടിച്ചു. രാംദേവിന്റെ വക്കീല് കൊടുത്ത അഫിഡവിറ്റില് ഒരിടത്ത് നിരുപാധികം ക്ഷമ ചോദിക്കുന്നു. ഇങ്ങനെ പരസ്യങ്ങൾ തെറ്റായിട്ട് കൊടുത്തതിൽ ഇനി ഉണ്ടാവില്ല. കോടതി പലതവണ മുന്നറിയിപ്പ് കൊടുത്തതാണ്. കോർട്ടലക്ഷ്യം കാണിച്ചു, ഈ പരസ്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും പരസ്യം കൊടുത്തുകൊണ്ടിരുന്നു. രാംദേവും ബാലകൃഷ്ണയും ആചാര്യ ബാലകൃഷ്ണയും പേടിയില്ല. ആരാ? മോദി ഭരിക്കുന്ന സർക്കാരല്ലേ ഇവിടെ, നമുക്കെന്ത് പേടിക്കാൻ? അവിടെയാണ് കോടതി മൂക്ക് കയറിട്ട് പിടിച്ചത്. അപ്പം അപ്പോളജി എഴുതി കൊടുത്തു, നിരുപാധികം ക്ഷമ ചോദിക്കുന്നു, ഇനി തെറ്റ് ആവർത്തിക്കത്തില്ല. അതൊരു ഭാഗത്തൊരു സെന്റൻസ്. പിന്നൊരു പാരഗ്രാഫിൽ താഴെ പറയുന്നു, കോടതി ഇങ്ങനെ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കും. ഇതിനെ ജഡ്ജി ഇനി പിടിച്ചു പറഞ്ഞു, നിങ്ങൾ ഒരിടത്ത് നിരുപാധികം മാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ താഴെ മറ്റൊരിടത്ത് കോടതി പറയുകയാണെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു പറയുമ്പോൾ ഇതിനകത്ത് ആത്മാർത്ഥതയുണ്ടോ ഈ മാപ്പ് അപേക്ഷിച്ചതിൽ? നിങ്ങളുടെ കുടില തന്ത്രമല്ലേ, കള്ളത്തരല്ലേ അതിൻ്റെ അകത്തുള്ളത്? അപ്പോൾ ഒരു അഫിഡവിറ്റ് കൊടുത്തത് പോലും പ്രോപ്പറായിട്ട് കൊടുക്കാൻ പതഞ്ജലി യോഗ ബാബ രാംദേവിന് സാധിക്കുന്നില്ല, യോഗ ഗുരുവിന്. അങ്ങനെ 2 അംഗ ബെഞ്ച്, ഹിമാ കോഹ്ലിയും അമാനുള്ളയും അടങ്ങുന്ന 2 അംഗ സുപ്രീം കോടതി ബെഞ്ച് കേസ് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 27 സുപ്രീം കോടതി അന്ന് ഉത്തരവ് കൊടുത്തതാണ്, മേലാൽ നിങ്ങളുടെ കമ്പനി ഇത്തരം പരസ്യങ്ങൾ, വ്യാജ പരസ്യങ്ങൾ ചെയ്യാൻ പാടില്ല. ചാനലുകളിലും ഓൺലൈനിലും അതുപോലെ പത്രങ്ങളിലും
ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷവും പരസ്യങ്ങൾ ചെയ്തപ്പോഴാണ് ഇന്ന് കോടതി ശരിക്കും ചെവിക്ക് പിടിച്ചത്. ഈ രാജ്യത്തൊരു ഒരു നിയമവാഴ്ചയില്ലേ? ഒരു കോടതി പറഞ്ഞാൽ ഒരു ഫൈനൽ ഒപ്പീനിയൻ പറഞ്ഞാൽ അത് മാനിക്കണ്ടേ? അല്ലെ ഒരു ഉത്തരവ് ഇട്ടാൽ അത് മാനിക്കണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞ അഹങ്കാരം, യോഗയുടെ പേരും പറഞ്ഞിട്ട് എന്ത് അഹങ്കാരവും കാണിക്കാന്നുള്ളതാണ്. ഇത്തരം വ്യാജ ഗുരുക്കന്മാരെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അന്താരാഷ്ട്ര യോഗാ ദിനമൊക്കെ പ്രഖ്യാപിച്ചത്. അതിനൊക്കെ പിന്നിൽ ഇതൊക്കെ ഉണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനം UN ഏർപ്പെടുത്തുന്നതിന് ഞങ്ങളപ്പോൾ കളിയാക്കുകയില്ല, അത് നല്ല കാര്യം. പക്ഷേ അതിന് പിന്നിൽ ഇത്തരം വ്യാജ നമ്പറുകൾ, വ്യാജ ഉൽപ്പന്നങ്ങൾ, വ്യാജ ഗുരുക്കന്മാർ, സംഘപരിവാറിനെ അനുകൂലിക്കുന്ന വ്യാജ കേസരികൾ എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ പലതും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോ സെൻട്രൽ ഗവൺമെന്റിനോട് ചോദിച്ചു, അത് പറഞ്ഞത് അവസാനിപ്പിക്കുക, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? മോദി സർക്കാരിനോട്, നരേന്ദ്രമോദി സർക്കാരിനോട് കോടതി ഇന്ന് ചോദിച്ചതാണ്, 2 അംഗം വെച്ച് ചോദിച്ചതാണ്. ഇത്രയും വലിയ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ, ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് നടന്നിട്ട് എന്തേ നിങ്ങൾ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കാത്തത്? അപ്പോൾ തുഷാർ മേത്ത എന്ത് പറയും? ഞങ്ങളുടെ സ്വന്തം ആളല്ലേ, എങ്ങനെ നടപടി എടുക്കുന്നു കോടതി പറയാൻ പറ്റും? മിണ്ടിയില്ല, അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. ഇതാണ് നെക്സ്റ്റ് ഹിയറിംഗ് ഓൺ April 10. അടുത്ത ദിവസം, അതേ ദിവസം ഒരാഴ്ച, April 10 ഈ കേസിന് ബാബ രാംദേവിൻ്റെയും ബാലകൃഷ്ണ ആചാര്യയുടെയും കേസ് വീണ്ടും സുപ്രീം കോടതി വെച്ചിരിക്കുകയാണ്. ഇന്ന് തന്ന നിങ്ങളുടെ അഫിഡവിറ്റ് സ്വീകാര്യമല്ല, ഞങ്ങളത് അംഗീകരിക്കുന്നില്ല, നടപടിയെടുത്തിരിക്കും, ഒരവസരം കൂടെ തരുന്നു, അടുത്ത ഹിയറിങ്ങിന് കാര്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം.